മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ നിന്നെ ആരാധിക്കും ഞാൻ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉടമ്പടി അതിനൊരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട്, പ്രയോഗ രീതിയുണ്ട്. നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3000 നന്മ നിറഞ്ഞവരെ ചെല്ലാം, 30,000 സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാം. അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച ദൈവത്തെ അകപ്പെടുത്താവുന്നുള്ള മിഥ്യാധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത്. ഉടമ്പടി ഇറ്റ് ഇസ് അനദർ പ്രോജക്റ്റ്. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് ഉടമ്പടി? അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. മൈ സെക്കൻഡ് പോയിൻറ്റ്. ഫസ്റ്റ് പോയിൻ്റ് ഹാഫ് മൈൻഡായിട്ട് ഉടമ്പടിയിലേക്ക് വരരുത്, ഫുൾ മൈൻഡായിട്ട് വരണം. ഇത് എൻ്റെ അവസാനത്തെ അബോർഡാണ്. ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്നെ ദൈവം കൊണ്ടുവന്നതാണ്. അമ്മ എന്നെ കാത്തിരിക്കാനിവിടെ. എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് തീരുമാനം ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കും. സെക്കൻഡ് പോയിൻ്റ് എന്താണ്? സെക്കൻഡ് പോയിൻ്റ് സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ അപ്പ് ചെയ്യുന്നത് 25 സാക്ഷ്യങ്ങളാണ്. 20-25 സാക്ഷ്യങ്ങളാണ്. 10 സാക്ഷ്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അപ്പ് ചെയ്യും, 15 സാക്ഷ്യങ്ങൾ ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്യും. എല്ലാ വിഷയങ്ങൾക്കും ഉടമ്പടി എല്ലാ വിഷയങ്ങൾക്കും സാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലസ്റ്ററായിട്ട് 15 സാക്ഷ്യം ഒരുമിച്ചിടും. പിന്നെ സബ്ജക്റ്റ് വൈസ് സബ്ജക്റ്റ്, മനുഷ്യന് 100,000 മനുഷ്യർക്ക് 100,000 വിഷയങ്ങളാണ്. അപ്പോൾ സബ്ജക്റ്റ് വൈസ് ഈ ആഴ്ചയിൽ നടന്ന സബ്ജക്റ്റ് വൈസ് സാക്ഷ്യം എന്താണ്? എഡ്യൂക്കേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ഉണ്ടാകും, ഭവനരഹിതരുണ്ടാകും, രോഗികളുണ്ടാകും, അതുപോലെ തന്നെ കുടുംബ തകർച്ച വന്നവരുണ്ടാകും, ഡൈവേഴ്സ് കേസ് ഉണ്ടാകും. അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം 3-4 തരത്തിൽ മറുപടി പറയും. ഒന്നാമത്തെ മറുപടി ബൈ കവനൻ്റ് തന്നെ. ഇന്ന് മുതൽ ദൈവം ഉടമ്പടി നിങ്ങൾക്ക് ദൈവത്തിനുള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതൊന്ന് ശരിയാകട്ടെ, ഞാനൊന്ന് സെറ്റാകട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും. നിങ്ങളൊന്ന് സെറ്റാകട്ടെ, എനിക്ക് ഇന്ന് വീട്ടിൽ 2-3 വിരുന്നുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പോട്ടെ, സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പം തന്നെ പൊട്ടും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിനോടുള്ള തീഷ്ണതയാണ്. നിങ്ങൾക്കറിയാവില്ല, അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയവുമേ ഇല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. 2 തിമോത്തി 4:2 എടുത്ത്. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. എന്ന് പറഞ്ഞേ, വചനം പ്രഘോഷിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്പുരണമാണ് സംഭവം. വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത്, ലൈഫ് ഒന്ന് സെറ്റാകട്ടെ, എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ. അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് ഉടമ്പടി എടുത്താൽ, കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വരാൻ പോകുന്ന ഒരു അക്കിടിയുണ്ട്. അക്കിടി എന്ന് വെച്ചിട്ടുള്ളത്, അത് നമ്മുടെ മിക്കവാറും ഒരു 60% പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ്. എന്ന് വെച്ചാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും. എന്താ റിസൾട്ട് എന്ന് പറയണത്? ദൈവത്തിനറിയാം നിങ്ങൾ ഈ ഉടമ്പടി ഉഴപ്പുമോ ഇല്ലയോ എന്ന്. അതാണ് വിഷയം. നിങ്ങൾ ഈ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ആഗ്രഹമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം 10-20 ദിവസം കഴിയുമ്പോൾ ഇത് മിക്കവാറും ഈ പയറിന് മുഞ്ഞ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്താടുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നതൊക്കെ ദൈവത്തിനറിയാം.
അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ കാശും പോയി, വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും എടുത്ത് തിരിച്ചു പോയേക്കണം, പത്രത്തിൻ്റെ കാശൊക്കെ. ഈ അഭ്യാസക്കാരോട് എടുത്തിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത്. എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല. എല്ലായിടത്തും പോണ പോലെ വന്ന് കയറിയിരിക്കുകയാണ്. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരു ഇടത്തിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അവസാനം എന്താണ് അച്ഛൻ പറഞ്ഞത്? ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകുന്നവരെ, കുമ്പസാരത്തിൽ പോകണം, കുർബാന ഉള്ളവരാണ്, കുടുംബദ്വാസ ജീവിതം ഉള്ളവരാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റും. ഇത് ഭയങ്കര സംഭവമാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിറ്റവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈ പേഴ്സൺ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞേ, ദൈവത്തിൻ്റെ എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക, അത് കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്നത് വെച്ചാൽ നിൻ്റെ മെരിറ്റല്ല. അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പാരമ്പര്യ ക്രൈസ്തവരാണ്, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ്. പക്ഷെ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മേഴ്സി. നിങ്ങളത് ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സങ്കീർത്തനം എടുത്ത്, സങ്കീർത്തനം 92:3 എടുത്ത്, കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രഭാതത്തിൽ പകല് മനുഷ്യന് ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ്. പകല്. രാത്രി ദൈവം നമ്മോട് കാണിക്കുന്നത് വിശ്വസ്തതയാണ്. ഈ ഉടമ്പടി നമുക്ക് 2 പകലും രാത്രിയും, ഡാർക്ക് ആൻഡ് ലൈറ്റ് ഉണ്ട് ജീവിതത്തിൽ, അല്ലേ? ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോൾ നമ്മളുടെ ദൈവം നമ്മോട് കാണിക്കുന്നത് എന്താണ്? കാരുണ്യമാണ്. അപ്പോൾ കണ്ണ് കാണാം, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം, ഏത് പരീക്ഷ എഴുതണം, ഏത് രാജ്യത്ത് പോകണമെന്നൊക്കെ നമുക്ക് കണ്ണ് കാണാം ശരിക്കും. അതാണ് പകലെന്ന് പറയുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട്. അവിടെ ദൈവം നമ്മോട് ഐഡിയ നമുക്കുണ്ട്. ഏത് സബ്ജക്റ്റ് എടുക്കണം, ഇപ്പോഴേ റിസൾട്ട് വന്നിരിക്കണതാണ്, ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. അത് നമ്മുടെ പകലാണ്. ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? അത് നമ്മുടെ മെറിറ്റല്ല. നിങ്ങൾക്ക് ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന രാജ്യത്ത് പഠിക്കണം, ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അതാണ് പകലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം, എവിടെ വീട് വെക്കണം, എവിടെ നിന്ന് ലോൺ കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ. നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്കിതെല്ലാം ഐഡിയ ഉണ്ടല്ലോ, എനിക്ക് സിവിൽ പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും. യു ഹാവ് എൻ ഐഡിയ. ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പകലാണ്. നിനക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങളെ അലസരാകരുത്. കാണാൻ പറ്റിയാലും യു നീഡ്സ് മെഴ്സി. അതാണ് കർത്താവ് പകല്. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അത് ഉചിതമായ. അതായത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് സെറ്റപ്പുണ്ട്, അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ച്ഡാണ്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി.
ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഇപ്പം ചില ആൾക്കാർ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ. ഈ ഫിസിക്കൽ പോസ്റ്ററിന്, ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ട നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ? നിങ്ങളുടെ മകന് അത്രയും വലിയ അസുഖമൊന്നുമില്ല, പനിയാ വല്ലതുമാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ട നിന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ്. മനസ്സിലായ? ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല, പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടെങ്കിലും നമുക്കെന്ത് വേണം? മേഴ്സി വേണം. എന്ത് വേണം? കരുണ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിന് വല്ല കരുണയും കിട്ടുക? കിട്ടത്തില്ല. എന്നാൽ അയാൾ കണ്ടൻറ്റഡ് ആണെന്ന് ദൈവത്തിന് അറിയാം. ഹീസ് കണ്ടൻറ്റഡ്. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ. കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ, എനിക്കറിയാം എവിടെ പോകണമെന്നുള്ളത്. പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ്, യു നീഡ്സ് മേഴ്സി. എന്നുവെച്ചാൽ മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിന് രണ്ടും രണ്ടാണ്. മേഴ്സി എന്ന് പറയുന്നത് മെറിറ്റില്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത്. ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീഡ്സ് മേഴ്സി. നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കരുണയാണ് വേണ്ടത്. അപ്പം പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആക്കാനും വേണ്ടി ഒക്കാനിക്കരുത് അർത്ഥം. 10 പത്രമുണ്ട്, കൊടുത്തേക്കാം. അയൽവാസികൾക്ക് ചെന്ന് കൊടുക്കും. കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പത്രം കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം ഇന്ന് ബഹുമാനോടെ ക്ലീനേഴ്സും പറഞ്ഞില്ലേ, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തന ഉടമ്പടിയിൽ മിക്കവാറും 40 പോയിൻ്റാണ് പത്രത്തിനുള്ളത്. കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങളൊരു രോഗിയെ നഖം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് മാത്രമാണ് ഗുണം. പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടോ? പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും. അപ്പോൾ ഈ ഇവാഞ്ചലൈസേഷനും, അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, ഇത് വായിച്ചവൻ അങ്ങേ അറിയണം, അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം, അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറഞ്ഞ സെഷനുണ്ട്. ഫീഡിങ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട്, എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും. തലേദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും. എൻ്റെ പുറകെ വരുന്ന വാഹനം, മുമ്പേ വരുന്ന വാഹനം, സൈഡിൽ കൂടെ പോകുന്ന വാഹനം, ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, കുടിക്കുന്ന വെള്ളം, എല്ലാ ടൈം, ഓഫീസ്, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, കണ്ടുമുട്ടാനിരിക്കുന്നവർ, ഇനി എൻ്റെ ആംഗിളിലില്ലാത്ത ആൾക്കാരെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും. ഇങ്ങനെ ഈ ഇതിന് ഈ ഫീഡിങ് പ്രയറിൻ്റെ ഒരു ഗുണം, നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും. ഫീഡിങ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും? ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അത് പഠിക്കാൻ സാധിക്കും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം. ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ, യാത്ര, ഭക്ഷണം, സംസാരം, എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഫീഡിങ് കഴിയുമ്പോൾ, അതാണ് ഫീഡിങ് എന്ന് പറയണത്. അത് ചിലപ്പോൾ ചിലർ ജപമാല സമർപ്പിക്കും,
ചിലക്കാർ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവരുടെ അജണ്ട സമർപ്പിക്കും. പാസ്പോർട്ട് ഓഫീസിൽ പോകണം, വിസ ഓഫീസിൽ പോകണം, ഇൻ്റർവ്യൂവിന് പോകണം, പരീക്ഷയ്ക്ക് പോകണം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ പ്രയറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത്. ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും. ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും. അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത്, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും, കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്, ഗൈഡഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. ഇപ്പോൾ ചിലർക്ക് ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാർ കണ്ടുപിടിയത് ആകസ്മികമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്തറിയാമോ? അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ്. അപ്പോഴവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബിക ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത്. അമ്മയെ ഉടമ്പടി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ്. മകൾക്ക് വേണ്ടിയാണ് അംബിക അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്ര വരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല. അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും, നീ അവിടെ ചെല്ലുക, മാതാവ് നിന്നെ കാത്തു നിൽക്കും, നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ പോണ പോക്കേ. ഇപ്പോൾ അയർലൻഡ് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ അടുത്തുകൂടി പോകും. അപ്പോൾ അയാൾ മലയാളിയാണെന്ന് ചോദിക്കും ഡ്രൈവർ. അപ്പോൾ എന്താണ് ചോദിക്കും, ചേട്ടാ ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല, താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും, ആ കാറിലിരിക്കണത് എൻ്റെ വൈഫാണ്, നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും. ഉടനെ ഇവർ 3-4 കൂട്ടുകാർ കൂടി അവരോട് പോയി സംസാരിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല, ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ്, ഞങ്ങളെ സഹായിക്കും. ഉടനെ അവർ പറയും, നിങ്ങൾ വണ്ടി കയറിക്കോ എന്ന് പറയും. ഉടനെ അവർ വണ്ടിയെ കയറിക്കൊണ്ട് ഇവിടെ അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലെ നില മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ നിലയിൽ ഇവർ താമസിപ്പിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. സങ്കീർത്തനം 92:3. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ, കിന്നരവും വീണയും മീട്ടിയും. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ രാത്രിയിൽ എന്താ സംഭവം? പകല് നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഇപ്പം ഇവർക്ക് അംബികയുടെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല, എവിടെ താമസിക്കുന്ന വ്യക്തതയില്ല. അപ്പം അംബികയ്ക്ക് വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? വിശ്വാസിക്ക് വ്യക്തതയുണ്ട്. എന്താ വ്യക്തത? അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക. കാര്യം അമ്മയുടെ ഉടമ്പടിയിലുള്ള ആളാണ്. അപ്പം അത്രയും വിശ്വസ്തത. അപ്പം നമുക്ക് വ്യക്തതയില്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല, എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും. വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയണത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചേ, സീറോ ക്ലിയർനെസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 ഒന്നുകൂടെ വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ, കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയണത് ഒരു ഐഡിയയുമില്ല. നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, ഉറങ്ങുകയേ ഉള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല,
ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4 തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്? യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. അപ്പോൾ രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ. എന്താണ്? ശരി പറയുക, എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ICUലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞ് ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കടുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കടുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം രാത്രി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അനിയൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോൾ ചത്ത് കളയാമെന്ന് തോന്നുന്നു. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കണ്ടല്ലേ? അപ്പൊ നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത്. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നീ ഒരു കക്ഷി, നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യവും എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശും പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാശും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ ICUയിൽ പോയതൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ICUയിൽ നിന്ന് മാതാവ് പൊക്കിക്കൊണ്ട് വന്നോളൂ. അത് ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശും കൃപാസത്യം തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിന് അവിടെ ഉടമ്പടി കാശും ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്ചര്യം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ.
അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശിന് കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്, നിങ്ങൾ ഉടമ്പടി കാശും കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശുകൾ വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശുരോ കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയത് തരും. ജീർണിച്ച് പോയാൽ ജീർണിച്ച് പോകില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശിനും കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല അവിടുന്ന് കുറേ നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ടിട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ല, അതിനൊക്കെ തരുമെന്ന് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂശും വന്ന് വെള്ളം അടിച്ച് വന്ന് വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പ്രൈമറി ഇൻറ്റൻഷൻ വരണത്, അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്. അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം, ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്താ ഉദ്ദേശിക്കണത്, നിങ്ങളും അതുപോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ വെള്ളം അടിച്ച് പെണ്ണും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ, കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രകൃതം കാണിച്ചിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃത്യമാണ്. ഞാൻ പച്ച മലയാളമാണ് ഉപയോഗിക്കുന്നത്, അറിയാമല്ലോ. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്. അഭ്യാസം കാണിക്കാതിരിക്കാനും കൃത്യമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറണം. അതിന് സമയവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ, ഇപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിലാണ് ഈ ധ്യാനം റെക്കോർഡ് ചെയ്യണത്. പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ ധ്യാനം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ ഇല്ലയോ, കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്. ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തിലൂടെയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത് എന്താണ്? 2:37 എടുത്ത് നടപടി 2:37 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 നടപടി 2:37. ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്രോസ് തോന്നിയ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം.
അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങളുണ്ടാകും, അല്ലാത്തവരുമായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശദീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്ന്. ഇത് പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് റീഡ് ഇറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാവരും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല, അടുത്ത നടപടി കവനൻ്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞ എന്താണ്? 2:30 വായിച്ചേ. പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പഴക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായിരുന്ന ഹൃദയം പൊടിഞ്ഞു. പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. അത് നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. ഇപ്പോൾ ഒരു 10-20 ഡൈവേഴ്സ് കേസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട്. ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്നും പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ്. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? ചിലവിന് കിട്ടണം. ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? അപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി. ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന് പുതിയ പണി. മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചിലിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്.
അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട. നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം. പക്ഷേ സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണല്ലോ ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കണത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ജയിച്ച എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വായിന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തനത് എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും. നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരനെ കൊച്ചാണ് ശരി, അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം പണ്ട് 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ല. വീണ് എഴുന്നേറ്റ് പോകും. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇപ്പം മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ. ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാർ എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും, അമ്മ പറയും. അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ കോന്തക്കളൊന്ന് കൊടുത്തിട്ട് പോരാൻ പറയും. ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? ഇപ്പം അമ്മയെ സംബന്ധിച്ചത് ഇപ്പോൾ ക്ലിൻ്റൺ അച്ഛൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ 2 പേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. രഹസ്യമായ കുഴപ്പമാകാം, ചിലത് പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയ വിചാരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും ഹൃദയ വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ തിരുസ്ഥിതി. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മകളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടും.
റോഡിടുക മാത്രമല്ല, വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കുക, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കുന്ന കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. ഹൃദയം ഒരു കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴും ഉടമ്പടി ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അല്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആരും ഗുണ്ട പണിക്ക് വരികയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ആരാണ്? നിൻ്റെ ഗുണ്ട പണിക്ക് വേണ്ടി വരാൻ പോകണം. നീ എൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കണം, ഉടമ്പടിയാണ് നീ എടുത്തിരിക്കണം, കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിൻ്റെ. അപ്പോൾ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ സ്വീകരിക്കാൻ, ആത്മാവിൽ നിറയാൻ, എന്റെ ഹൃദയം നുറുക്കുന്ന അനുതാപത്താൽ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കണം, എന്താണ്? ആത്മാവേ എന്നിൽ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനന്റ് റിട്രീറ്റ് എന്താ ഓരോ ഉണ്ട്. ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനന്റ് ആൻഡ് ലൈഫ് ഓഫ് ദി കവനന്റ് എന്തുമാത്രമാണെന്നറിയാവോ? ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനന്റ്. ഇത് സത്യമായ കാര്യമാണ് അച്ഛനിലൂടെ ഈശോ പറയണത്. ഞാൻ പഠിപ്പും തൊങ്ങിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല. വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ബൈബിൾ, വാട്ട് ഈസ് ദ മെൻറ്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ്, ഇറ്റ് വിൽ ബി റിവീൽഡ്. അതാ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണത്. അപ്പം നിങ്ങൾ അതിനെ അബൈഡ് ചെയ്ത് വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, ഉടമ്പടി ധ്യാനത്തിലെ അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ, എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ. ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആത്മാവേ, അപ്പോസ്തലന്മാരിൽ ഇറങ്ങി വസിച്ച സഭയുടെ ആത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ കർത്താവിന്റെ കൈകാലുമായി അപ്പോസ്തലന്മാരെ പോലെ കാലത്തില് കർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിങ്. എന്താണ്? ഫസ്റ്റ് ടൈം വേർഡ് കേൾക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആദ്യമേ കേൾക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹൃദയം നുറങ്ങണം. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് വചനത്തെ അനുപേക്ഷണമായിട്ട് യോഹന്നാൻ 15:3 വർക്കൗട്ട് ചെയ്യണം. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? ഹൃദയം നുറുങ്ങിയിട്ട് ജനങ്ങൾ ചോദിക്കണ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ്? ഫസ്റ്റ് ക്രൈ. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മാവിൽ ജനിച്ചവൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ്സ് ഫസ്റ്റ് ക്രൈ, ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വചനം ശ്രവിച്ചവൻ്റെ ആദ്യത്തെ നിലവിളി, ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. അപ്പം എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ. പത്രോസിന് എന്താ പറയണത്? അവൻ പറയണത് പോലെ അവൻ പറഞ്ഞത് എന്താ? പർക്കോസിന്റെ 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മനസ്സിലായില്ലേ? അപ്പം പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ആദ്യ ഫോർമുല എന്താണ്?
പത്രോസ് എന്താ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിനെന്നല്ലേ? അത് ആ ലൂക്ക്, അതായത് നടപടിയുടെ 2:38 നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്രോസാണെങ്കിൽ അത് പറഞ്ഞ പത്രോസ് അല്ലല്ലോ. അതാരാ പറഞ്ഞത്? കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ്. എന്താണ്? ടൈം. ദ ടൈം ഇസ് അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമയം പൂർത്തിയായിരിക്കുന്നു. ദ ടൈം ഇസ് അക്കംപ്ലിഷ്ഡ്. സമയം പൂർത്തിയായി. നിൻ്റെ സമയം, വചനം എപ്പോൾ കേൾക്കുന്നു അപ്പോൾ ദൈവകൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ, വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളങ്കാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അങ്ങയുടെ തിരുസന്നിധി ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്പെടുതാഴ്ന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങളുണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ. ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊഴിൽ അസുഖങ്ങൾ, തൊണ്ട അസുഖങ്ങളുള്ള, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ, തലച്ചോറിന് രോഗങ്ങളുള്ളവർ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ, ബ്രസ്റ്റ് രോഗങ്ങളുള്ളവർ, ഉദര രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്നവർ, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ്, ജോലി നാട്ടിലില്ലാത്തവർ, പരീക്ഷ എഴുതി നിൽക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ ചിലർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ അവർ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതികളെ മക്കളില്ലാത്തവർ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് ആയിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.